കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന് പിന്നാലെ എല്ലാ വൈദ്യുതി ലൈനുകളുടെയും സുരക്ഷാ പരിശോധന അടിയന്തരമായി പൂർത്തിയാക്കാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് കെഎസ്ഇബിക്ക് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും നിർദ്ദേശം നൽകിയത്. വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവത്കരണ ക്ലാസ് നൽകും. അർജുൻ രാജുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു ഉണർന്ന് പ്രവർത്തിക്കാനെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, അങ്ങനെ തന്നെയാണ്. അതായത് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ സുരക്ഷാ പരിശോധന സമയബന്ധിതമായി നടക്കുന്നതിൽ വീഴ്ച ഉണ്ട് എന്നുകൂടി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ വൈദ്യുത ലൈനുകളുടെയും സുരക്ഷാ പരിശോധന അടിയന്തരമായി പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സമീപകാലത്തുണ്ടായിട്ടുള്ള വൈദ്യുത അപകടങ്ങൾ, അതിൽ ഈ സുരക്ഷാ പരിശോധന ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയെന്നാണ് ഇപ്പോൾ വൈദ്യുത വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഈ സുരക്ഷാ പരിശോധന സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് തുറന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പോൾ വൈദ്യുത വകുപ്പിന്റെ ഈ നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കെഎസ്ഇബിക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനുമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സമയബന്ധിതമായി തന്നെ ഇക്കാര്യത്തിലുള്ള സുരക്ഷാ പരിശോധന നടപ്പാക്കണം. അതിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഒപ്പം തന്നെ വൈദ്യുതി അപകടങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകാനുള്ള ഒരു ആലോചനയും വൈദ്യുത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഏറെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി തന്നെ കാണേണ്ടി വരും. കാരണം അഖില പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ജീവൻ ഈ വൈദ്യുതി അപകടത്തെ തുടർന്ന് നഷ്ടമാകുന്നുണ്ട്. ആ അപകടം ഉണ്ടാകുന്നത് ഈ തരത്തിലുള്ള സുരക്ഷാ പരിശോധന ഉൾപ്പെടെ ഉണ്ടായിട്ടില്ല. കെഎസ്ഇബിക്ക് ഉൾപ്പെടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഉള്ള വിലയിരുത്തലുകളും അത് മന്ത്രി തന്നെ തുറന്ന് സംബന്ധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളും അതിന്റെ സുരക്ഷാ പരിശോധന അടിയന്തരമായി പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്.